ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ 2ാമത്തെ യൂണിറ്റായ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു പാഠഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുൻപേയുള്ള 1ാമത്തെ യൂണിറ്റിലെയും ഇതുപോലെ 2ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ മറ്റുള്ള എല്ലാ വിഷയങ്ങളിലെയും ഓരോ ചാപ്റ്ററുകൾ വീതം നന്നായി മനസ്സിലാക്കി എല്ലാ ചാപ്റ്ററുകളിലെയും ക്വസ്റ്റ്യനുകളും ആൻസറുകളും പ്രവർത്തനങ്ങളും എല്ലാം ചെയ്തിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ക്ലാസ് 4 ന്യൂ ടെക്സ്റ്റ് ബുക്ക് 2025-26 എന്നാണ് നിങ്ങളുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ വാവ ജീവനെ കാക്കുന്നു എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ലോകമാകെ ഒരു വീടാണ്, ഈ അറിവ് ജീവിതത്തിൽ പകർന്നു തന്നത് എങ്ങനെയാണ്? അപ്പോൾ ലോകമാകെ ഒരു വീടാണല്ലേ, അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് പകർന്നു തന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ചൊല്ലി നോക്കിയാലോ. ആകാശമാകെ ഇരുൾ പരന്നു, ലോകാവസാനം വരുന്ന പോലെ ഇടിയും മഴയും തകർത്തു വന്നു, വാവയ്ക്കു കണ്ടു മിഴി നിറഞ്ഞു, അവളുടെ കാക്ക കുയിൽ പിറാവ് മയിൽ നനഞ്ഞു വിറയ്ക്കയല്ലേ. കൂടും കുടിയും തകർന്നു പോയാൽ അവരുടെ വാവകൾ എന്തു ചെയ്യും? പെട്ടെന്ന് അവൾക്കൊരു ചിന്ത വന്നു, അമ്മയ്ക്കു മുന്നിൽ ചിണുങ്ങി നിന്നു, പുള്ളിക്കുടയൊന്നുടനെ വേണം, അമ്മ നിവർത്തി നിലത്തു വെച്ചു, ജാലകവാതിലിലൂടെ നോക്കി വാവാ വിളിക്കുകയായി വാവ. ആ വിളി കേട്ട പാടോടി വന്നു മാനും അണ്ണാനും മയിലുമെല്ലാം. അപ്പം എന്താണ്? ആകാശമാകെ ഇരുൾ പരന്ന് ലോകാവസാനം വരുന്നത് പോലെ ആയല്ലേ. ആകെ ഇടിയും മഴയും തകർത്തു വന്നപ്പോൾ വാവയ്ക്ക് അത് കണ്ടിട്ട് നിൽക്കാൻ സാധിച്ചില്ല. അവളുടെ കാക്കയും കുയിലും പിറാവും ഒക്കെ മഴയത്ത് നനഞ്ഞു വിറക്കുകയാണ്. അതുപോലെ തന്നെ കൂടും കുടിയും തകർന്നു പോയ അവരുടെ വാവുകൾ എന്തു ചെയ്യുമെന്ന് അവൾ വിചാരിക്കുന്നുണ്ടല്ലേ. പെട്ടെന്നാണ് അവൾക്കൊരു ചിന്ത വന്നത്. അവൾ അമ്മയ്ക്ക് മുന്നിൽ ചിണുങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു അല്ലേ, പുള്ളിക്കൂടയൊന്നുടനെ വേണമെന്ന്. അപ്പോൾ അമ്മ അത് നിവർത്തി നിലത്ത് വെച്ചു കൊടുത്തു. അവൾ ജാലകവാതിലിലൂടെ, അതായത് ജനലിലൂടെ വാവാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. അത് കേട്ട ഉടനെ തന്നെ മാനും അണ്ണാനും മയിലും എല്ലാം അങ്ങോട്ട് അവളുടെ അടുത്തേക്ക് ആ പുള്ളിക്കുടയുടെ താഴെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണല്ലേ. ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന്, ഇല്ലാതെയായ മലയിൽ നിന്ന്, നനഞ്ഞു കലർന്ന നദിയിൽ നിന്ന്, പൊള്ളുമാകാശ ചെരുവിൽ നിന്ന് വന്നവരെല്ലാം നിരനിരയായി ആ കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നു. അത്തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ നിന്നു. അപ്പം എന്താണ്? ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്നും അതേപോലെ ഇല്ലാതെയായ മലയിൽ നിന്നും നനഞ്ഞു കലർന്ന നദിയിൽ നിന്നും പൊള്ളുമാകാശ ചെരുവിൽ നിന്നെല്ലാം വന്നവരൊക്കെ നിരനിരയായിട്ട് ആ കുടച്ചോട്ടിൽ ഒതുങ്ങി നിന്നല്ലേ. ആ ഒരു കുടയുടെ അത്തണൽ വട്ടം, അതായത് ആ കുടയുടെ തണൽ വട്ടം വളർന്നു വന്ന് വീടൊരു കാടായ പോലെ ആയല്ലേ. എല്ലാവരോടും ഇണങ്ങി വാവ, മാമു കൊടുത്തു ഉറക്കി വാവ, ഒപ്പമുറങ്ങുകയായി വാവ, അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. അപ്പം എന്താണ്? എല്ലാവരോടും ഇണങ്ങി നല്ല പോലെ പെരുമാറാൻ തുടങ്ങി അല്ലേ വാവ. അതുപോലെ എല്ലാവർക്കും മാമു കൊടുത്ത് ഉറക്കി വാവ. അതേപോലെ തന്നെ ഒപ്പമുറങ്ങുകയായി വാവ, അവരുടെ ഒപ്പം തന്നെ വാവയും ഉറങ്ങുകയായി. അപ്പോൾ കിനാവിൽ ചിരിച്ചു വാവ. അപ്പം എന്താണ്? കിനാവിൽ അവൾ ചിരിച്ചല്ലേ. അപ്പം ഇതാണ് ഈ ഒരു കവിത. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നതിൽ നിന്നെടുത്ത വീരൻകുട്ടി എന്ന കവി എഴുതിയ ഒരു കവിതയാണ്. ഈ ഒരു കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതെ, വാവ എന്ന് പറയുന്ന ആ ഒരു കുട്ടി മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവളുടെ മനസ്സും അതേപോലെ മറ്റുള്ളവരോടുള്ള കരുണയും സ്നേഹവും ഒക്കെയാണ് ഈ ഒരു കവിതയിൽ നമുക്ക് കവി കാണിച്ചു തരുന്നത്. മറ്റുള്ളവർക്ക് ഉണ്ടാവുന്ന അപകടങ്ങളും പ്രയാസങ്ങളും സ്വന്തം അപകടങ്ങളും പ്രയാസങ്ങളും പോലെ എടുത്തിട്ട് മറ്റുള്ളവരെയും സഹായിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിയാണല്ലേ വാവ എന്ന് പറയുന്ന ഈ ഒരു കവിതയിലെ കുട്ടി. ഇനി നമുക്ക് ഈ കവിതയിൽ കുറച്ച് ചോദ്യോത്തരങ്ങൾ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? ടീച്ചർ ദീപു കളി പരിചയപ്പെടുത്തിയല്ലോ, കളിയെപ്പറ്റി ചർച്ച ചെയ്തു കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കൂ. അപ്പോൾ എന്താണ്? ദീപു കളി എന്ന് പറയുന്ന ഒരു കളിയുണ്ട്, അത് ടീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ആ കളിയെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ദീപു കളി എന്താണെന്ന് നോക്കാം. ദ്വീപുകളി
10-20 പേർക്ക് ചേർന്ന് കളിക്കാവുന്ന ഒരു കളിയാണിത്. കുട്ടികളെല്ലാം കൂടി ഒരു കപ്പൽ യാത്രയിലാണ്. ഇടയ്ക്ക് വെച്ച് കപ്പൽ തകരുന്നു. കപ്പൽ തകർന്നതിന് അടുത്തായി ചെറിയ ചെറിയ ഏതാനും ദ്വീപുകളുണ്ട്. അവിടെ കയറി പറ്റാൻ സാധിച്ചവർ രക്ഷപ്പെടും. കളിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് ചില വൃത്തങ്ങൾ വരയ്ക്കുന്നു. കളിക്കുന്നവരുടെ എണ്ണം 20 ആണെന്നിരിക്കട്ടെ. അവർക്കെല്ലാവർക്കും കയറി നിൽക്കാനുള്ള വലിപ്പം ദ്വീപുകൾക്കുണ്ടാവുകയില്ല. കളി ആരംഭിക്കുമ്പോൾ കുട്ടികൾ കൈകോർത്ത് ദ്വീപുകൾക്കിടയിലൂടെ നടക്കണം. അവർ കപ്പൽ യാത്രയിലാണ്. ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കുമ്പോൾ വിസിലടിക്കുകയോ കൈയടിക്കുകയോ ആകാം. ദ്വീപിൽ കയറി നിൽക്കണം. കപ്പൽ തകരുന്നു എന്നതിൻ്റെ സൂചനയാണ് വിസിലടി ശബ്ദം കേൾക്കുന്നത്. രക്ഷപ്പെട്ടവർ ദ്വീപിൽ കയറാനായി ശ്രമിക്കണം. സ്വാഭാവികമായും ചിലർ മറ്റുള്ളവരെ തള്ളി മാറ്റും. എന്നിട്ട് വൃത്തത്തിനകത്ത് കയറും. വൃത്തത്തിൽ കയറാൻ കഴിയാത്തവർ കളിയിൽ നിന്നും പുറത്താവും. കളി പല പ്രാവശ്യം തുടരാം. ഇതാണ് ദ്വീപുകളി. അപ്പോൾ കൂട്ടുകാർക്ക് ദ്വീപ് കളി എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ആ കളിയെപ്പറ്റി ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ മുൻനിർത്തി കവിത വായിക്കാനാണ് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും അതിൽ നിന്ന് മുൻനിർത്തി കവിത വായിച്ചു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൽ എന്തൊക്കെ പോയിന്റ്സ് ആയിരിക്കും നമ്മൾ കവിത വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക എന്ന് നോക്കാം. ദ്വീപുകളി എന്ന് പറയുന്ന കളിയും അതേപോലെ നമ്മുടെ കവിതയും തമ്മിൽ എന്താണ് ബന്ധം, എന്താണ് അതിൻ്റെ രണ്ടിൻ്റെയും പോയിന്റുകൾ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്? ചുറ്റുമുള്ള എല്ലാ ജീവികളെയും സ്നേഹിക്കുന്ന കുട്ടിയാണ് കവിതയിലെ വാവ. അമ്മയോട് ശാഠ്യം പിടിച്ചു വാങ്ങിയ തൻ്റെ പുള്ളിക്കുട മുറ്റത്ത് നിവർത്തി വെച്ച് അതിൽ അവൾ കൂട്ടുകാർക്ക് അഭയം നൽകി. വലിയ ഇടിയും മഴയും വന്നപ്പോൾ അവൾ തന്നെ പരിസരത്തുള്ള കാക്ക, കുയിൽ, പ്രാവ് എന്നിവരെ കുറിച്ച് ചിന്തിക്കുകയും മഴയിൽ അവരുടെ കൂട് നഷ്ടപ്പെട്ടു പോയാൽ അവരും കുഞ്ഞുങ്ങളും എന്തു ചെയ്യും എന്ന് ചിന്തിക്കുകയും ചെയ്തു. കൂട്ടുകാരെല്ലാം കൂടെ ചോട്ടിൽ ഒതുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. വാവയുടെ കൊച്ചുകുടയുടെ തണൽ ഒരു അഭയകേന്ദ്രമായി മാറുന്നു. അവളുടെ കുടയായ കൊച്ചു വീട് ഒരു കാട് പോലെ വളരുന്നു. ദ്വീപുകളിയിൽ കുട്ടികൾ ഓരോരുത്തരും കളിയിൽ നിന്നും പുറത്താകാതിരിക്കാനുള്ള സ്വന്തം കാര്യമാണ് നോക്കുന്നത്. അതിനുവേണ്ടി അവർ മറ്റുള്ളവരെ തള്ളി മാറ്റും. ഇവിടെ കൂട്ടുകാരുടെ സുരക്ഷയെ നോക്കാതെ സ്വന്തം ഇടം കണ്ടെത്താനാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതയും ദ്വീപുകളി എന്ന് പറയുന്ന കളിയും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ചോദ്യം, 3-ാം ക്ലാസ്സിലെ ഏതു കവിതയുടെ താളത്തോടാണ് ഇത് യോജിക്കുന്നതെന്ന് കണ്ടെത്തി ചൊല്ലൂ. അപ്പോൾ ഉത്തരം, ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു, വന്നവർ മാറി വേദനിപ്പിച്ചു കളിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു കവിതയുടെ താളത്തോടാണ് നമ്മുടെ ഈ ഒരു കവിത യോജിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഈ ഒരു താളത്തിൽ നമ്മുടെ കവിതയൊന്ന് ചൊല്ലി നോക്കൂ കേട്ടോ. 3-ാമത്തെ ചോദ്യം, വീട് വലുതാവുന്നു എന്ന കഥയിൽ വീട്ടിലേക്ക് പലരും വന്നു ചേരുന്നുണ്ട്. ഇവിടെ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് അവരിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പോൾ എന്താണ് വീട് വലുതാവുന്നു എന്ന ഒരു കവിത കൂട്ടുകാർക്ക് ടീച്ചർ പറഞ്ഞു തരും. ആ കഥയിൽ ആ വീട്ടിലേക്ക് ഒരുപാട് പേര് വന്നു ചേരുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വാവ എന്ന് പറയുന്ന ഈ കവിതയിലെ കുട്ടിയുടെ വീട്ടിലേക്കും ഒരുപാട് പേരെ വിളിച്ചു വരുത്തുന്നുണ്ട് വാവ. അപ്പോൾ ആദ്യം പറഞ്ഞ വീട് വലുതാവുന്നു എന്ന കഥയിലെ വീട്ടിലേക്ക് വന്നു ചേരുന്ന ആളുകളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് വാവയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നവർക്ക് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉത്തരം ഒന്ന് നോക്കാം. ഉത്തരം, വീട് വലുതാവുന്നു എന്ന കഥയിൽ അമ്മുകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നവർ പ്രധാനമായും അവളുടെ അച്ഛൻ, അമ്മ, ഏട്ടൻ എന്നിവരും അവൾ ഓമനിച്ചു വളർത്തുന്ന കുറിഞ്ഞു പൂച്ചയും കുഞ്ഞു പൂച്ചയും രാരി തത്തമ്മയും കൂടാതെ കൂട്ടുകാർ, അയൽക്കാർ, ഈച്ച, പൂച്ച, പൂമ്പാറ്റ, കോഴി, ഉറുമ്പ്, പാമ്പ്, പറവകൾ തുടങ്ങിയ നമുക്ക് പരിചിതമായ ചുറ്റുപാടിലുള്ളവരും വരും. അല്ലാത്തവരുമെല്ലാം ഇവയിൽ ഉൾപ്പെടുന്നു. അമ്മുകുട്ടിയുടെ വീട്ടിൽ അവളുടെ സ്വന്തം ഇഷ്ടത്തിലൂടെയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അവളുടെ ആഗ്രഹത്തിലൂടെയുമാണ് വീട് വലുതാകുന്നതും അംഗങ്ങൾ കൂടുന്നതും. താൻ മാത്രമുള്ള വീട് എത്ര വിരഹം, എല്ലാവരും വന്നപ്പോൾ എത്ര രസം എന്നാണ് അമ്മുകുട്ടി ചിന്തിക്കുന്നത്. വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയിൽ വാവ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നത് പ്രധാനമായും പ്രകൃതിക്ഷോഭത്താൽ കഷ്ടപ്പെടുന്നവരെയും ദുരിതമനുഭവിക്കുന്നവരെയുമാണ്. ആദ്യം അവർക്ക് ഇഷ്ടപ്പെട്ടവരായ അവളുടെ പരിസരത്ത് വസിക്കുന്ന കാക്ക, കുയിൽ, പ്രാവ് തുടങ്ങിയ ജീവികളെ കുറിച്ചാണ് വേവലാതി. പിന്നീട് അവളുടെ വിളി കേട്ട് ഓടി വന്നത് മാനും അണ്ണാനും മയിലും ആണ്. സാധാരണ സാഹചര്യങ്ങളിൽ നിന്നായിരുന്നില്ല ഈ ജീവികളെയെല്ലാം അവിടേക്ക് വന്നത്. അവർ അവിടെ സന്തോഷം കണ്ടെത്തുന്നു. വാവയുടെ മനസ്സിലുള്ള അവരോടുള്ള സ്നേഹവും കരുണയും സഹാനുഭൂതിയുമാണ് അവരെ വിളിച്ചു വരുത്താൻ വാവയെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇതാണ് വീട് വലുതാകുന്നു എന്ന് പറയുന്ന കഥയും നമ്മുടെ ഈ ഒരു കവിതയും തമ്മിലുള്ള വ്യത്യാസം. 4-ാമത്തെ ചോദ്യം, ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട ആന നമുക്ക് എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ. അപ്പോൾ ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആന നമുക്ക് എഴുതുന്ന ഒരു കത്ത് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം അല്ലേ?
കൂട്ടുകാരെ, ഡയറി എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡേറ്റും അതുപോലെ തന്നെ സ്ഥലവും എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒരു ബോക്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ ഒരു കണ്ടൻറ്റ് എഴുതേണ്ടത്. അപ്പോൾ 8/7/2025 എന്ന് ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, മാമലക്കാട് എന്ന സ്ഥലവും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഡയറിയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. പ്രിയ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വാവ ജീവനെ കാക്കുന്നു എന്ന കവിതയുടെ കൊച്ചുമിടുക്കിയായ വാവയെ നിങ്ങൾക്കറിയില്ലേ? അവളുടെ കുടയുടെ തണലിൽ അഭയം തേടിയവരിൽ ഞാനും ഉണ്ടായിരുന്നു. ആ ദിവസത്തെ ഇരുട്ടും ഇടിയും മഴയും കാറ്റും ഭീകരമായ കാടിൻ്റെ ഒച്ചയും ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. അത് പേടിയാകുന്ന ഒരു അനുഭവമാണ്. ഞാൻ വരുന്നത് ചുട്ടെരിക്കപ്പെട്ട കാട്ടിൽ നിന്നാണ്. എൻ്റെ മാത്രമല്ല, ധാരാളം ജീവജാലങ്ങളുടെ വീടായിരുന്നു കാട്. ഞങ്ങൾ അവിടെ ഐക്യത്തോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമായിരുന്നു ജീവിച്ചിരുന്നത്. തല ഉയർത്തി നിന്നിരുന്ന വൻമരങ്ങളെല്ലാം നിമിഷനേരം കൊണ്ട് വെന്ത് ചാമ്പലായും മൃഗങ്ങളെല്ലാം ജീവനു വേണ്ടി വിറച്ചു പരക്കം പാഞ്ഞു. പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളുമായി കൂട്ടിൽ കഴിയുന്ന കിളികൾ പൊന്നോമനകളെ രക്ഷിക്കാൻ കഴിയാതെ ചിറകടിച്ച് നിലവിളിച്ചു. മലകൾ ഇല്ലാതായിക്കൊണ്ടിരുന്നു. നദി, പുഴകൾ ഇവയെല്ലാം വിശാലമാകുന്നു. ആകാശം ചുട്ടുപൊള്ളുന്നു. ദുരിതങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ടാകുന്നത് മനുഷ്യൻ്റെ പ്രവൃത്തികളുടെ ഫലമാണെന്ന് എനിക്കറിയാം. മനുഷ്യർ ഞങ്ങളുടെ ആവാസ വ്യവസ്ഥയെ ഇങ്ങനെ ഇല്ലാതാക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഈ ഭൂമി ഞങ്ങളുടേത് കൂടിയാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. ജീവനു വേണ്ടി ഭയന്ന് പരക്കം പായുമ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ വാവയുടെ വിളി ഞാൻ കേട്ടത്. ആ കുഞ്ഞ് ഹൃദയത്തിലുണ്ടായ സ്നേഹവും ദയയും ആ ഇരുട്ടിലും എനിക്കൊരു വെളിച്ചമായി തോന്നി. അവളുടെ കൊച്ചുകൂടയുടെ തണലിൽ ഞങ്ങൾക്ക് ഒരു അഭയകേന്ദ്രമായി മാറി. വാവ ഞങ്ങൾക്ക് ഭക്ഷണം നൽകി, ഞങ്ങളോടൊപ്പം ഉറങ്ങി. എല്ലാവരെയും ചേർത്തു നിർത്തുന്നതിൽ അവൾ സന്തോഷം കണ്ടെത്തി. ഈ ഭൂമി ഞങ്ങൾക്ക് കൂടി ജീവിക്കാനുള്ളതാണ്. കാടിനെ സംരക്ഷിക്കുക, പുഴകളെ വൃത്തിയായി സൂക്ഷിക്കുക, ഞങ്ങളെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമായി കാണുക. അപ്പോൾ വാവയെ പോലെ ഞങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്കും കഴിയും. പല വിധത്തിലുള്ള അകൽച്ചകളും സങ്കുചിത ഭാവങ്ങളും നിലനിൽക്കുന്ന സമൂഹത്തെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ആനയുടെ ഡയറി. അവസാനത്തെ ചോദ്യം, മറ്റുള്ളവർക്കായി എന്ന രചന ടീച്ചർ പരിചയപ്പെടുത്തിയല്ലോ. ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതൂ. അപ്പോൾ മറ്റുള്ളവർക്കായി എന്ന് പറയുന്ന രചന ടീച്ചർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് നമുക്കൊന്ന് നോക്കാം. മറ്റുള്ളവർക്കായി 1984 ഡിസംബർ 2 രാത്രി പിന്നിട്ട സമയം നിലയ്ക്കാത്ത ശ്വാസം മുട്ടലും ആയി ഭോപ്പാൽ ജനത ഞെട്ടി ഉയർന്നു. അമേരിക്കൻ കമ്പനിയായ യൂണിയൻ കാർബൈഡിൽ നിന്ന് വിഷവാതകം ചോർന്ന് മുഴുവൻ പരന്നിരിക്കുന്നു. ലോകം മുഴുവൻ ഉറക്കത്തിലാണ്. വാർത്ത പുറം ലോകത്തേക്ക് എത്തിക്കാൻ വളരെ പ്രയാസമായ സമയം. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വാർത്ത എത്തിയപ്പോഴേക്കും സുരക്ഷയെ കരുതി സ്റ്റേഷനിലുള്ളവർ ഓടിപ്പോകാൻ ധൃതി കൂട്ടി. പക്ഷേ സ്റ്റേഷൻ മാസ്റ്റർ അവിടെ തന്നെ ഇരുന്നു. വിഷവാതകം ചോർന്ന ആ നിമിഷം മുതൽ തന്നെ ഇരിപ്പിടത്തിലെ ഫോണിലെ മുന്നിൽ ഇരുന്ന് അടുത്തും അകലെയും ഉള്ള എല്ലാ സ്റ്റേഷനുകളിലേക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. വണ്ടികൾ ധാരാളമായി വരുന്ന സമയമായിരുന്നു. വിഷവാതകം പടർന്നു പിടിച്ച വേളയിൽ വണ്ടിയിൽ ആളുകൾ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ ഉണ്ടാകുന്ന ദുരന്തം അദ്ദേഹം മുൻകൂട്ടി കണ്ടു. ഒരു വണ്ടിയും ആ വഴി വരരുത് എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ശാരീരിക അസ്വസ്ഥതകളെ വകവയ്ക്കാതെ അദ്ദേഹം തന്നെ ജോലി തുടർന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവരക്ഷയ്ക്കായി ശ്രമിച്ച ആ ഉദ്യോഗസ്ഥനെ ആരും ശ്രദ്ധിച്ചില്ല. എല്ലാവരും രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരുന്നു. അനേകായിരം പേരുടെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യസ്നേഹി തളർന്നു വീണു മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ചോർച്ചയുടെ ആദ്യ മണിക്കൂറിൽ 80,000 പേർ വിഷവാതകം ശ്വസിച്ചു മരണപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ആ സ്റ്റേഷൻ മാസ്റ്ററുടെ സേവനം സ്മരിക്കാതെ വയ്യ. സ്വജീവൻ അപകടത്തിലായിട്ടും അന്യനു വേണ്ടി ശ്രമിച്ച ആ മനുഷ്യൻ്റെ സമയോചിതമായ ഇടപെടലാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി കുറച്ചത്. അപ്പോൾ ഇതാണ് മറ്റുള്ളവർക്കായി എന്ന് പറയുന്ന രചന. അപ്പോൾ ഇതിലെ ചോദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു മറ്റുള്ളവർക്കായി എന്ന് പറയുന്ന രചന നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഉത്തരം നോക്കാം. ഭോപ്പാൽ ദുരന്തമുണ്ടായ രാത്രിയിൽ സുരക്ഷയെ കരുതി സ്റ്റേഷനിൽ ഉള്ളവർ ഓടിപ്പോകാൻ തിരക്ക് കൂട്ടിയപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ മാത്രം അവിടെ തന്നെ ഇരുന്നു. ജീവൻ പോലും നോക്കാതെ ട്രെയിനിൽ വരുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ അടുത്തും അകലെയുമുള്ള എല്ലാ സ്റ്റേഷനുകളിലും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്ന അത് വെറും ഒരു ജോലി മാത്രമായിരുന്നില്ല, ജീവൻ രക്ഷിക്കാനുള്ള വലിയൊരു പോരാട്ടം കൂടിയായിരുന്നു. മരണത്തോട് മല്ലടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച ആ മനുഷ്യനെ ആരും ശ്രദ്ധിച്ചില്ല. അവസാനം അനേകായിരം പേരുടെ ജീവൻ രക്ഷിച്ച മനുഷ്യസ്നേഹി തളർന്നു വീണ് മരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ജീവന് വേണ്ടി മരണം വരിച്ച ആ മനുഷ്യൻ നമ്മുടെ
നാടിൻ്റെ ഒരു ധീരൻ തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. വലിയൊരു പാഠമാണ്. ആപത്ത് വരുമ്പോൾ കൂടെയുള്ളവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാവണം. അദ്ദേഹത്തിൻ്റെ ആ ധൈര്യം, ആത്മവിശ്വാസവും സ്നേഹവുമാണ് ധാരാളം ആളുകളുടെ ജീവൻ രക്ഷിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പാഠഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂട്ടുകാർക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിലുണ്ട് നിങ്ങളുടെ എല്ലാ പാഠങ്ങളുടെയും വീഡിയോസ്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കൂട്ടോ കൂട്ടുകാർ. അപ്പോൾ നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.